നഗരത്തിലെ രണ്ട് പ്രധാനപ്പെട്ട റോഡുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. എം ജി രാധാകൃഷ്ണൻ റോഡിൽ നിന്ന് രാഹുൽ ജി നാഥും ഒപ്പം ജനറൽ ആശുപത്രി വഞ്ചിയൂർ പാതയിൽ നിന്ന് ഗോകുലുമാണ് ചേരുന്നത്. ആദ്യം രാഹുലിലേക്കാണ്. രാഹുൽ, ഈ നഗരത്തിൻ്റെ ഹൃദയവേര എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിൽ വിശേഷിപ്പിക്കുന്ന റോഡാണ് ഈ എം ജി രാധാകൃഷ്ണൻ റോഡൊക്കെ. കാരണം പൂജപ്പുര ആണെങ്കിലും ജഗതി ആണെങ്കിലും അതിനിപ്പുറത്ത് തൈക്കാടാണെങ്കിലും ഒക്കെ തമ്പാനൂരിലേക്ക് വേഗത്തിൽ കണക്ട് ചെയ്യപ്പെടുന്ന വർഷങ്ങളായുള്ള പാത ഇത് വർഷങ്ങളായി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ ഉറപ്പെല്ലാം വെറുതെ ആയോ? രതീഷ് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് യാത്രക്കാർ ഈ റോഡ് ഇത്തരം രണ്ട് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് എളുപ്പം കടന്നു പോകാമെന്ന് കഴിയുന്ന രീതിയിൽ ഒരു എളുപ്പ വഴിയായി ഓർത്തു വെച്ചിരുന്നു. ഇപ്പോൾ മറന്നു കാണും. കാരണം നിരവധി മാസങ്ങളായി ഇതാ ഈ ഗതിയാണ്. കാരണം ഞാൻ കൃത്യമായി പറഞ്ഞാൽ ഒരു മാസം മുമ്പ് ഈ റോഡിൻ്റെ അവസ്ഥ പരിശോധിക്കാൻ എത്തിയപ്പോൾ മുഴുവൻ കുഴികളും ഈ സ്ലാബുകൾ തന്നെയായാലും ഓടകൾ ഒരു ചെറിയ സ്ലാബിൻ്റെ ബലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഇവിടെ സമീപത്തൊരു ആശുപത്രിയുണ്ട്, സ്കൂളുണ്ട്, അമ്പലമുണ്ട്. അങ്ങനെ ഈ പറയുന്ന പ്രദേശത്ത് നിരവധി കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും സഞ്ചരിക്കേണ്ട വഴിയാണ്. അന്ന് വന്നപ്പോൾ കണ്ട സ്ഥിതിയല്ല നിലവിൽ സത്യമായിട്ടിപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഭേദമായി എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. അത് വിലയിരുത്താൻ ഞാൻ ആളല്ല. നമുക്കൊരു നാട്ടുകാരനുണ്ട്. ചേട്ടാ, ഞാൻ അന്ന് വന്ന് കണ്ടപ്പോൾ വലിയ കുഴികളും ഓടയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഭേദമായെന്ന് പറയാമോ? ഭേദമായെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇത് ഇങ്ങനെ ഇപ്പം തൽക്കാലം ചെയ്ത് രണ്ടിൻ്റെ അന്ന് വീണ്ടും അടുത്തത് ഇപ്പം നിങ്ങൾ തന്നെ കാണാം. ഇതൊരു ഹൈറ്റ്. ഇനി ഈ ഹൈറ്റിന് വേണ്ടി വീണ്ടും ഇതൊക്കെ പൊളിച്ചു മാറ്റിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വീണ്ടും മുഴിക്കുമ്പോൾ വീണ്ടും കുഴിയാണ്. ഈ മുടുക്കിൻ്റെ അകത്ത് ഒത്തിരി വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവർക്കൊരു വണ്ടി കൊണ്ടുപോകാനോ ഒന്നിനും ഇല്ല. മാസങ്ങളായി ഈ റോഡിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അവർ വന്ന് വണ്ടി ചിലപ്പം കാണാതെ പോകുന്നു, അടുത്ത വണ്ടി കൊണ്ടുപോകുന്നു, സൈഡിൽ കൂടി വയ്ക്കുന്നു. ഒരു കേബിളിൻ്റെ വർക്ക് വരുമ്പോൾ അവർ വന്നിട്ട് പൊളിക്കുന്നു. ഇത് ശാശ്വതമായ പണിയെ അല്ല ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 6 മാസം കൊണ്ട് ഇതിങ്ങനെയാണ്. മുമ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്ന ഒരു റോഡാണ്. അത് സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ഇവർ പൊളിച്ചു, ഇളക്കുന്നു, വീണ്ടും കോൺക്രീറ്റ് ചെയ്യുന്നു, വീണ്ടും പൊളിക്കുന്നു. ഇതിൽ ആരാണ് എന്തിനാണ് എന്നും ഒരു കാത്തിരുന്ന് മടുത്തോ? സ്മാർട്ട് ആകുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന് മടുത്തോ മാത്രമല്ല, സ്മാർട്ട് ആവുന്നതിനേക്കാളും വന്നിട്ട് ഇപ്പം പണ്ടത്തെ പോലെ അല്ല. 2 ലോറി ഒന്നിച്ച് ഈ റോഡിൽ കൂടി ഇപ്പം പോവാതായി. മുമ്പാണ് 2 ലോറി ഇവിടെ ഫ്ലൈവുഡിൻ്റെ ഇതുകൊണ്ട്, ഇപ്പുറത്ത് വന്നിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്, ക്ലിനിക്കുണ്ട്, ഗർഭിണികളുടെയും അതും ഇതൊക്കെയാണ്. അവരെ കൊണ്ടുപോകണമെങ്കിൽ ഈ കുഴി കൂടി വന്ന് അവർ വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ച ആരുത്തരം ആണ്. അതാണ് ആ തകിട് വെച്ച് മൂടിയിട്ട് കാര്യമുണ്ടോ? അത് 2 വണ്ടിയോ ഏതെങ്കിലും ഒരു ഇത് നാളെ നടന്നു പോയി കഴിയുമ്പോൾ ഈ ഷീറ്റ് മാറിക്കഴിഞ്ഞാൽ കാല് ചവിട്ടിക്കഴിഞ്ഞാൽ അത് അബദ്ധമല്ലേ? ഇപ്പം ഇത് കാണിക്കുന്നത് മൊത്തം വന്നിട്ട് റോങ് ആണ്. എപ്പം തീരുമാനമാവുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ? എപ്പം തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പ്രതീക്ഷ ഒരു 3 മാസം കൊണ്ട് തീരും. പക്ഷെ 3-ാം മാസം വീണ്ടും ഇത് കുഴിക്കേണ്ടി വരും. അതാ വാഗ്ദാനങ്ങളൊക്കെ കേട്ട് ആകെ എന്താ പറയുക, ഈ റോഡ് ഇനിയും ശരിയാവില്ലെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ രതീഷ ഈ 3-4 കടകൾ കാണാം. ഈ കടയിലെ ചേട്ടൻ അന്ന് പറഞ്ഞു, ഈ കടയിൽ നിന്ന് ഞായറാഴ്ചയുടെ അടവാണ്. കടയിലെ ചേട്ടൻ പറഞ്ഞത് സാധനങ്ങൾ എടുക്കാൻ പുള്ളി നടന്ന് റോഡിലേക്ക് പോയി സാധനങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് വന്നാണ് ഈ കടയിൽ വിൽപ്പന നടത്തുന്നത്. വിൽപ്പന വലിയ മോശമാണെന്ന് പറയുന്നത്. ഒരു തുണിക്കട ഇപ്പോൾ ഇവിടെ ഉണ്ട്, സമീപത്തുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കാം. ചേട്ടാ, കച്ചവടം ഉണ്ടോ ഇവിടെ? എങ്ങനെയാ കച്ചവടം? ഈ റോഡ് പണി തുടങ്ങിയതിന് ശേഷം ഒരാൾക്കാർ ഇതിൽ നടന്നു പോകാൻ പോലും നിവൃത്തിയില്ലാത്ത കണ്ടീഷനാണ്. ഈ പണി തുടങ്ങിയതിന് ശേഷം എനിക്കുള്ള വർക്ക് കംപ്ലീറ്റ് പോയി. ഒരു 30,000 രൂപ കട ബാധ്യതയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കടവാട ഇനത്തിലും കറണ്ട് ചാർജിലും മറ്റ് ചില എനിക്ക് ലോണുണ്ട്, ലോൺ അടവ്, അങ്ങനെയുള്ള ഇതെല്ലാം കൂടെ 10-30,000 രൂപ കടബാധ്യതയുണ്ട്. ഈ റോഡ് പണി ചെയ്തതിന് ശേഷമാണ്. വന്നുകൊണ്ടിരുന്ന ആരും വരുന്നില്ല. ഈ വർഷത്തെ സ്കൂൾ ഉറപ്പിൻ്റെ വർക്കൊന്നും കിട്ടിയില്ല. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കടയിൽ നല്ല വർക്കായിരുന്നു. എനിക്ക് നൈറ്റ് വരെ ഇരുന്ന് ചെയ്യാനുള്ള വർക്കുണ്ട്. ഇപ്പോൾ പകൽ ചെയ്യാനും ഇല്ല, ഒന്നുമില്ലാത്ത രീതിയിലുള്ള കണ്ടീഷൻ ഈ റോഡ് പണി വന്നതിന് ശേഷം. ആരും യാത്ര ചെയ്യുന്നില്ല, ഇതിൽ വണ്ടികൾ പോകുന്നില്ല. ഇവിടെ ചുറ്റിലുള്ള 1-2 വീടുകളിലുള്ള എന്തെങ്കിലും വർക്ക് കിട്ടുമെങ്കിലേ ഉള്ളൂ. അതാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അതാണ് ആ മെഷീൻ നോക്കിയാൽ അറിയാം. ഇന്ന് അദ്ദേഹം ഉച്ചയായി ഇതുവരെ പ്രവർത്തിപ്പിച്ചിട്ടില്ല ആ മെഷീൻ. അദ്ദേഹത്തിന് സ്കൂൾ വർക്കുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ മുൻ വർഷങ്ങളിൽ കിട്ടിയിരുന്ന വർക്കുകളൊന്നും കിട്ടിയിട്ടില്ല. അത്തരത്തിൽ സമാനമായ ദുരിതമാണ്, ബുദ്ധിമുട്ടാണ് തൈക്കാട് എം ജി രാധാകൃഷ്ണൻ റോഡിൽ ആളുകൾ അനുഭവിക്കുന്നത്.